കനത്ത തോൽവിക്ക് പിന്നാലെ മനം മടുത്ത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ RJDയുടെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് രോഹിണി ആചാര്യയുടെ പ്രഖ്യാപനം. തേജസ്വിയുടെ വിശ്വസ്തനും രാജ്യസഭാ MP-യുമായ സഞ്ജയ് യാദവും തേജസ്വിയുടെ പഴയകാല സുഹൃത്തായ റമീസ് ആലമും പറഞ്ഞതനുസരിച്ചാണ് തീരുമാനമെന്നും രോഹിണി ആചാര്യ എക്സിൽ കുറിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വളരെ പ്രധാനപ്പെട്ടൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. കാരണം ലാലു പ്രസാദ് യാദവിന്റെ മകൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നു. തീർച്ചയായും രോഹിണി ആചാര്യ ദേവിക ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് രോഹിണി ആചാര്യ രാഷ്ട്രീയം വിടുന്നു എന്ന ഒരു ട്വീറ്റാണ് ഇപ്പോൾ പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ എക്സിലെ ഒരു പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് സഞ്ജയ് യാദവും റമീസും നിർദ്ദേശിച്ചതനുസരിച്ച് എന്നൊരു നിലപാടാണ് അറിയിക്കുന്നത്. റമീസും സഞ്ജയ് യാദവും അറിയിച്ചു എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും, ഒരാൾ സഞ്ജയ് യാദവ് RJDയുടെ ഒരു രാജ്യസഭാ MP-യും അതുപോലെ തന്നെ റമീസ് തേജസ്വി യാദവിൻ്റെ ഒരു സുഹൃത്തുമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വൻ പരാജയം തന്നെയാണ് ഈ നീക്കത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 2024 ഇപ്പോൾ രാജിവെച്ച അല്ലെങ്കിൽ ഈ RJDയിൽ നിന്ന് രാജിവെച്ച രോഹിണി ആചാര്യ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യമെല്ലാം നിലനിന്നിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സഞ്ജയ് യാദവും അതുപോലെ തന്നെ റമീസുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അവരുടെ ട്വീറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളിൽ നിന്നോ ലഭ്യമാകുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് തേജ് പ്രതാപ് യാദവിൻ്റെ കാര്യമാണ്. നേരത്തെ തേജ് പ്രതാപ് യാദവിനെ ഒരു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൻ്റെ പേരിൽ ലാലു പ്രസാദ് തന്നെ പുറത്താക്കിയിരുന്നു. പാർട്ടിയിൽ നിന്ന് RJDയിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കുടുംബത്തിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബീഹാറിലെ ആ കനത്ത പരാജയം RJDയിൽ വലിയ ഉലച്ചിലുണ്ടാക്കിയിരിക്കുന്നു. RJDയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തെയും അത്തരത്തിലുള്ള ആഘാതങ്ങൾ ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മനം മടുത്താണ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് എന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ അറിയിച്ചിരിക്കുന്നത്. ഐസൻ ജോസാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.